ഓക്കെ, അപ്പോൾ ഇന്ന് നടന്ന എക്സാം ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സെപ്റ്റംബർ 2021 ബിസിനസ് സ്റ്റഡീസിന്റെ ആൻസർ കീ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വെയർ ഹൗസിംഗ് പ്രൊവൈഡ്സ് ഡാഷ് യൂട്ടിലിറ്റി. സംഭരണശാലകൾ എന്ത് ഉപയോക്തതയാണ് നൽകുന്നത്? ടൈം, പ്ലേസ്, റിസ്ക്, ഫിനാൻസ്. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ടൈം ആയിരുന്നു ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആസ് പെർ ഹിന്റ് ഗിവൺ ബിലോ. സൂചന പ്രകാരം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്, ഒരു പൊതുമേഖലാ ബാങ്കാണ്. അങ്ങനെയെങ്കിൽ HDFC എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, റെസ്പെക്ടിങ് റിലീജിയസ് സെന്റിമെന്റ്സ് ഓഫ് സൊസൈറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്. സമൂഹത്തിലെ മതപരമായ വിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നത് ബിസിനസിന്റെ ഏത് തരം സാമൂഹിക ഉത്തരവാദിത്തമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എത്തിക്കലാണ് ആൻസർ, അല്ലെങ്കിൽ ധാർമ്മികം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി വൺ മെത്തേഡ് ഓഫ് പേയ്മെന്റ് മെക്കാനിസം ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഓൺലൈൻ വ്യാപാര ഇടപാടിനായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അടവ് രീതി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്താണ്? ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഡോക്യുമെന്റ് വിച്ച് അക്നോളജസ് ഡെപ്റ്റ് ഓഫ് എ കമ്പനി. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ കമ്പനിയുടെ കടബാധ്യതയെ കുറിക്കുന്ന രേഖ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷെയർ, ഡിബഞ്ചർ, സ്റ്റോക്ക്, ഓൾ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഡിബഞ്ചർ, അല്ലെങ്കിൽ കടപത്രമാണ് ആൻസർ. സിക്സ് ക്വസ്റ്റ്യൻ, നെയിം എനി വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ സപ്പോർട്ടിംഗ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെറുകിട വ്യാപാരത്തെ സഹായിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആൻസർ? നെബാർഡ് എഴുതുക. സെവൻത് ക്വസ്റ്റ്യൻ, ട്രേഡ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ബിലോങ് ടു ദ സെയിം കൺട്രി ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു രാജ്യത്തിലുള്ള രണ്ട് ആളുകൾക്കിടയിൽ നടക്കുന്ന വ്യാപാരത്തെ ഡാഷ് എന്ന് പറയുന്നു. ഏതാണ് ആൻസർ? ഇന്റേണൽ ട്രേഡ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ആഭ്യന്തര വ്യാപാരം. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് among the following ഈസ് എ മോഡ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. താഴെ തന്നിരിക്കുന്നവയിൽ അന്തർദേശീയ വ്യാപാരത്തിനുള്ള മാർഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓൾ ഓഫ് ദീസ്, ഓപ്ഷൻ ഡി. ഇവയെല്ലാം എന്താണ്? ഇതിനുള്ള ഉത്തരമായിട്ട് വരും. ഓക്കെ, സെക്കൻഡ് പാർട്ട് 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് മാത്രം ആൻസർ ചെയ്താൽ മതി അല്ലേ. 2 മാർക്ക് വീതമാണ് ഉള്ളത്. അപ്പൊ 9th ക്വസ്റ്റ്യൻ ഇതാണ്. മോഹൻ, എ ടീച്ചർ ഇൻ എറണാകുളം, ബോട്ട് എ കാർ ഫോർ ₹5 lakhs. ആഫ്റ്റർ 2 months ബി സോൾഡ് ഇറ്റ് ടു രാജു ഫോർ 6 lakh. ഈസ് ഇറ്റ് എ ബിസിനസ് ആക്ടിവിറ്റി? വൈ? എറണാകുളത്തെ അധ്യാപകനായ മോഹൻ എന്താണ്? 5 ലക്ഷം രൂപ മുടക്കി ഒരു കാർ വാങ്ങുന്നു. 2 മാസങ്ങൾക്ക് ശേഷം പ്രസ്തുത കാർ 6 ലക്ഷം രൂപയ്ക്ക് രാജു എന്ന അയാൾക്ക് വിൽക്കുന്നു. ഇതൊരു ബിസിനസ് ആണോ? എന്തുകൊണ്ട്? ഇത് ഒരിക്കലും ഒരു ബിസിനസ് അല്ല. കാര്യം ബിസിനസ് എന്ന് പറയുന്നത് നിരന്തരം ചെയ്യുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനം മാത്രമാണെങ്കിലാണ് അതിനെ ബിസിനസ് എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 പ്രിവിലേജസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. അതായത് ഒരു സ്വകാര്യ കമ്പനിയുടെ 2 മേന്മകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക്, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി മിനിമം 2 അംഗങ്ങൾ മാത്രം മതി. എന്നാൽ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 അംഗങ്ങൾ വരെ ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് ഇഷ്യൂ എന്ന കാര്യത്തിലാണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. 11th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ പ്രൈവറ്റ് കമ്പനി. ഒരു സ്വകാര്യ കമ്പനിയുടെ രൂപീകരണത്തിലെ ഘട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രൊമോഷൻ സ്റ്റേജ് ആണ്. അതിനുശേഷം ഇൻകോർപ്പറേഷൻ സ്റ്റേജ് ഉണ്ട്, ദെൻ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണ് അല്ലേ. 12th ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. പ്രവർത്തന മൂലധനം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ക്യാപിറ്റലിനെയാണ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, 30th ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെറു സംരംഭങ്ങൾ നേരിടുന്ന ഏതെങ്കിലും 2 പ്രശ്നങ്ങൾ കൃത്യമായി വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ ഫിനാൻസിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ അഭാവമൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ സ്മോൾ ബിസിനസ് നേരിടുന്ന പ്രോബ്ലംസ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് എനി 2 പ്രോഡക്ട്സ് സ്യൂട്ടബിൾ ഫോർ വെൻഡിങ് മെഷീൻ. വെൻഡിങ് മെഷീനുകൾക്ക് യോജിച്ച ഏതെങ്കിലും 2 ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ വെൻഡിങ് മെഷീന് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? സോഫ്റ്റ് ഡ്രിങ്ക്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ന്യൂസ് പേപ്പർ, ബോട്ടിൽ വാട്ടർ തുടങ്ങിയവയൊക്കെ എന്താണ്? വെൻഡിങ് മെഷീന് അനുയോജ്യമായ ഉൽപ്പന്നങ്ങളാണ്. തേർഡ് പാർട്ട് 15 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്ക് വീതമാണ് ഉള്ളത്. 15th ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സ്ഥാപനത്തിന്റെ 3 പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് വോളണ്ടറി മെമ്പർഷിപ്പ്, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി, ലീഗൽ സ്റ്റാറ്റസ് തുടങ്ങിയവയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 3 മെറിറ്റ്സ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ.
പൊതു കോർപ്പറേഷനുകളുടെ ഏതെങ്കിലും 3 ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റെബിലിറ്റിയാണ്, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന കാര്യമാണ്, അതുപോലെ തന്നെ ഹൈ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി കേട്ടോ, ഹൈ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയവയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ മേന്മകളെന്ന് പറയുന്നത്. ഓക്കെ, 70th ക്വസ്റ്റ്യൻ, ഹൂ ഈസ് എ പ്രൊമോട്ടർ, ലിസ്റ്റ് ഔട്ട് എനി 2 ഫങ്ഷൻസ് ഓഫ് ഹിം. അതായത് പ്രൊമോട്ടർ എന്നാൽ എന്താണ്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പനിയുടെ രൂപീകരണത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊമോട്ടർ തന്നെയാണ് അല്ലേ. അപ്പൊ പ്രൊമോട്ടറിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ബിസിനസിന്റെ അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുന്നു, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്, അതായത് ബിസിനസ്സിന് ആവശ്യമായ പ്രധാനപ്പെട്ട രേഖകൾ തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? ഒരു പ്രൊമോട്ടറിന് ഉള്ളതാണ്. ഓക്കെ, 18th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ടേം റീറ്റേൺഡ് ഏണിങ്സ്. കരുതൽ ലാഭം എന്ന പദം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം റീറ്റേൺഡ് ഏണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? റീ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റിന്റെ റീ ഇൻവെസ്റ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? റീറ്റേൺഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ എന്താണെന്ന് എഴുതുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും എഴുതുക. ഓക്കെ, 4th പാർട്ട് 21 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 മാത്രം എഴുതിയാൽ മതി. ഓരോന്നിനും 4 മാർക്ക് വീതമാണുള്ളത് അല്ലേ. അപ്പൊ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ഇൻറ്റു എക്സ്ട്രാക്റ്റീവ്, ജനറ്റിക്, മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. താഴെ തന്നിരിക്കുന്ന വ്യവസായങ്ങളെ പ്രകൃതിജന്യ വ്യവസായം, ജനിതക വ്യവസായം, ഉൽപാദന വ്യവസായം, നിർമ്മാണ വ്യവസായം എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ഓപ്ഷൻ എ മൈനിങ് അല്ലെങ്കിൽ ഖനനമാണ് അല്ലേ. അപ്പം മൈനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണെന്ന് പറയാൻ പറ്റും. സെക്കൻഡ്, പോൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ കോഴി വളർത്തൽ അല്ലേ, അതെന്താണ്? ഒരു ജനറ്റിക് ഇൻഡസ്ട്രി ആണ് അല്ലേ, അല്ലെങ്കിൽ ജനിതക വ്യവസായമാണെന്നും പറയാം. ഓപ്ഷൻ സി ബിൽഡിംഗ് എ ഡാം. ബിൽഡിംഗ് എ ഡാം എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസ്ട്രക്റ്റീവ് ഇൻഡസ്ട്രി ആണെന്നും പറയാൻ പറ്റും. അതുപോലെ ഓപ്ഷൻ ഡി ആണെന്ത്? ഷുഗർ പ്രൊഡക്ഷൻ. ഷുഗർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഉൽപാദന വ്യവസായം എന്നും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. പാർട്ണർഷിപ്പ് ആൻസർ ഏതാണ്? പാർട്ട്ണർ ആണ് കേട്ടോ, പാർട്ട്ണർ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആൻസർ ഏതാണ്? ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ ആണ് അല്ലെങ്കിൽ ഓഹരി ഉടമ. ദെൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരത്തിന്റെ ആൻസർ ഏതാണ് വരുന്നത്? സോൾ ട്രേഡർ അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരിയാണ്. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആൻസർ ഏതാണ് വരുന്നത്? മെമ്പർ ആണ് വരുന്നത് കേട്ടോ. സഹകരണ സംഘത്തിന്റെ ആൻസർ ഏതാണ്? അംഗമാണ് കേട്ടോ, അംഗം. ഓക്കെ, നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. വകുപ്പ് തല സംരംഭങ്ങളുടെ ഏതെങ്കിലും 4 പ്രത്യേകതകൾ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏതെങ്കിലും 4 ഫണ്ടിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ആൻഡ് കൺട്രോളിങ് വരുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്, എംപ്ലോയീസ് തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഓക്കെ, 24th ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഇ ബാങ്കിങ്? ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ ഇ ബാങ്കിങ് സർവീസസ്. ഇ ബാങ്കിങ് എന്നാൽ എന്താണ്, അതുപോലെ തന്നെ ഇ ബാങ്കിങ് സേവനങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇ ബാങ്കിങ് എന്താണെന്ന് എഴുതുക. അപ്പോൾ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ATM ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ തുടങ്ങിയവയാണ് ഇ ബാങ്കിങ്ങിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, 25th ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ബോണ്ടഡ് വെയർ ഹൗസസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് വെയർ ഹൗസസ്. ബോണ്ടഡ് വെയർ ഹൗസസ് എന്താണെന്നും ഗവൺമെന്റ് വെയർ ഹൗസസ് എന്താണെന്നും എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഔട്ട്സോഴ്സിംഗ് ഓഫ് സർവീസസ്? ലിസ്റ്റ് ഔട്ട് എനി ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്. അതുപോലെ തന്നെ പുറം കരാർ സേവനങ്ങൾ എന്നാൽ എന്താണെന്ന് ഇവിടെ 2 ഗുണങ്ങളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം ഔട്ട്സോഴ്സിങ് എന്താണെന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. അപ്പം അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് കോസ്റ്റ് റിഡക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 ഫോക്കസ് അറ്റൻഷൻ വരുന്നുണ്ട്. അപ്പം 2 മാത്രം എഴുതിയാൽ മതി കേട്ടോ. ദെൻ 27th ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 കോസസ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. പരിസ്ഥിതി മലിനീകരണത്തിനുള്ള ഏതെങ്കിലും 4 കാരണങ്ങൾ ഹ്രസ്വമായി വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം. ഓക്കെ, ദെൻ 28th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എനി 4 ക്ലോസസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ 4 ഉള്ളടക്കങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 4 വിശദീകരിക്കുക. നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, അങ്ങനെ ഏതെങ്കിലും 4 എഴുതേണ്ടതാണ്. Then 29th question, write 4 differences between share and debenture. ഓഹരിയും കടപ്പത്രവും തമ്മിലുള്ള 4 വ്യത്യാസങ്ങൾ എഴുതുക. ഓക്കെ, then 13th question, list out any 4 differences between domestic business and international business. ആഭ്യന്തര വ്യാപാരവും വിദേശ വ്യാപാരവും തമ്മിലുള്ള ഏതെങ്കിലും 4 വ്യത്യാസങ്ങളും എഴുതേണ്ടതാണ്.
ഓക്കെ, ഫിഫ്ത്ത് പാർട്ടിൽ നമുക്ക് 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും 5 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും 5 മാർക്ക് വീതമാണ് വരുന്നത്. 31st ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. അപ്പോൾ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, അതായത് സ്ഥലം എന്ന തടസ്സം, ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ട്രാൻസ്പോർട്ട് ആണ് ആൻസർ, ഗതാഗതമാണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്, അതായത് നഷ്ടസാധ്യത എന്ന തടസ്സം, ഇതിന്റെ ആൻസർ ഇൻഷുറൻസ് ആണ്. ഓക്കെ, തേർഡ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് അഥവാ പണം എന്ന തടസ്സം, ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? ബാങ്കിങ് ആണ് ആൻസർ. ഫോർത്ത് ഹിൻഡ്രൻസ് ഓഫ് നോളേജ്, ഇതിന് ആൻസർ ഏതാണ്? അഡ്വർടൈസിങ് ആണ് ആൻസർ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഹിൻഡ്രൻസ് ഓഫ് ടൈം. ഹിൻഡ്രൻസ് ഓഫ് ടൈമിന്റെ ആൻസർ ഏതാണ്? വെയർ ഹൗസിംഗ് അല്ലെങ്കിൽ സംഭരണശാലകളാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 5 ഫീച്ചേഴ്സ് ഓഫ് എ ജോൺ സ്റ്റോ കമ്പനി. ഒരു ജോൺ സ്റ്റോ കമ്പനിയുടെ ഏതെങ്കിലും 5 പ്രത്യേകതകൾ വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ഒരു ജോൺ സ്റ്റോ കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ പെർപ്പച്വൽ സക്സഷൻ, അതുപോലെ തന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. അതുപോലെ തന്നെ എന്താണ് ഫോർമേഷൻ, എന്താണ് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും 4 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 2 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആപ്ലിക്കബിൾ ടു ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസിനെ ബാധകമായ ഏതെങ്കിലും 2 തത്വങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഒന്ന് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ്, 2 ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇ കൊമേഴ്സ് ക്യാഷ് ഓൺ ഡെലിവറി. ഓക്കെ, ഇ കൊമേഴ്സ് എന്താണെന്ന് എഴുതുക, അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി എന്താണെന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ബിസിനസ് ഇമ്പോർട്ട് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു ദ ഫോളോയിങ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. താഴെ പറയുന്നവരോട് എങ്ങനെയാണ് ബിസിനസ്സിന് സാമൂഹിക ഉത്തരവാദിത്തം നിർവഹിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓണർ ആണ് കേട്ടോ. ഓണറിന്റെ കേസിൽ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ സംരക്ഷണം നൽകുന്നു. സെക്കൻഡ് വർക്കർ ആണ്. വർക്കറിന്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ്? ഫെയർ വേജസും അവർക്ക് പ്രൊമോഷനും നൽകുന്നു. തേർഡ് കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമേഴ്സിന് ബെറ്റർ ക്വാളിറ്റി, അതുപോലെ തന്നെ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പ്രോഡക്റ്റ് എത്തിച്ചു നൽകുന്നു. ദെൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് റെഗുലർ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്നു. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി, അതായത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് എങ്ങനെയാണ്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആണ്. അപ്പൊ നാച്ചുറൽ റിസോഴ്സ് എന്താണ്? ശരിയായി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ഗിവ് ടു എക്സാമ്പിൾസ് ഫോർ ഡിസ്ക്രിമിനേഷണറി റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ബിസിനസിന്റെ സാമൂഹിക ഉത്തരവാദിത്തം എന്ന ആശയം വിശദമാക്കുക. വിവേചനപരമായ ഉത്തരവാദിത്തത്തിന് 2 ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സാമൂഹിക ഉത്തരവാദിത്തം എന്താണെന്ന് എഴുതുക, അതുപോലെ 2 ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒന്ന് ഹെൽപ്പിംഗ് പീപ്പിൾ ഇൻ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭ സമയങ്ങളിലൊക്കെ എന്താണ് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ചാരിറ്റി സർവീസസ്, അതായത് സേവനങ്ങളും ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 5 ഡിഫറൻസസ് ബിറ്റ്വീൻ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഏതെങ്കിലും 5 വ്യത്യാസങ്ങൾ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്നും ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിന്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എഴുതുക. Then next question, what are global enterprises? List out any 3 features of it. എന്താണ് ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന് എഴുതണം. അതുപോലെ തന്നെ ഗ്ലോബൽ എന്റർപ്രൈസസിന്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ, അതായത് ഹ്യൂജ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അഡ്വാൻസ്ഡ് ടെക്നോളജി തുടങ്ങിയ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത്. ഓക്കെ, ലാസ്റ്റ് പാർട്ട് 41 മുതൽ 44 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 8 മാർക്ക് വീതം അല്ലെ. അപ്പൊ 41ാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് കൊമേഴ്സ്? ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്. എന്താണ് വാണിജ്യമെന്നും വാണിജ്യത്തിന്റെ വിവിധ ധർമ്മങ്ങളും വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ഡീഡ്? വാട്ട് ആർ ഇറ്റ്സ് കണ്ടന്റ്? എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നും അതിന്റെ പ്രധാന ഉള്ളടക്കങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. അതായത് ആ ഒരു ബിസിനസ്സിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും, ആ ഒരു പാർട്ണർഷിപ്പിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് എന്ത് പറയുന്നത്? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൻ്റെ കണ്ടന്റ്സുകൾ ഏതൊക്കെയാണെന്നും വിശദമായി എഴുതേണ്ടതാണ്. അതായത് ആ ഒരു ഫേമിന്റെ പേര്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ ആ പാർട്ണർഷിപ്പ് തുടങ്ങുന്ന ഡേറ്റ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും, കണ്ടന്റ്സ്, എല്ലാ കാര്യങ്ങളും വിശദമായും എഴുതേണ്ടതാണ്. ഓക്കെ, 43ാമത്തെ ചോദ്യം ഇതാണ്, ഇല്ലസ്ട്രേറ്റ് ദ വേരിയസ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം പ്രധാന ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ, ഫണ്ട് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ചെക്ക് ഫെസിലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഫങ്ഷൻസും വിശദമായും എഴുതേണ്ടതാണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ്
business unit selling wide variety of consumer product on the basis of self-service. List out any 6 features of it. വിവിധതരം ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും സ്വയം സേവനം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതുമായ വൻകിട ചില്ലറ വ്യാപാര സ്ഥാപനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സൂപ്പർ മാർക്കറ്റ്, സൂപ്പർ ബസാർ തുടങ്ങിയവയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സും എഴുതേണ്ടതാണ്. എന്തൊക്കെയാണ്? ഒന്ന് വൈഡ് വെറൈറ്റി ചോയ്സ് ഉണ്ട് അല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ വില വളരെ കുറവായിരിക്കും. അതുപോലെ സെൽഫ് സർവീസ് തുടങ്ങിയവയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സും എഴുതി വിശദീകരിക്കേണ്ടതാണ്.